വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വഴികളിൽ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഒരു കോടിക്കടുത്ത് ഇന്ത്യക്കാരുള്ള ഒരു അറബ് രാജ്യമാണ് സൗദി അറേബ്യ. അതുപോലെ തന്നെ 20 ലക്ഷത്തോളം മലയാളികളുള്ള ഒരു അറബ് രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ഒരു കോടി എന്നത് ശരിയല്ല, 2 കോടിക്കും 3 കോടിക്കും ഇടയിൽ ഇന്ത്യക്കാരുണ്ടെന്നാണ് ChatGPT പറയുന്നത്. എന്തായാലും വലിയൊരു ജനസമൂഹം സൗദിയിൽ ഇന്ത്യക്കാരുണ്ട് എന്നതാണ് സത്യം. കേരളത്തിലെ പല ഓല വീടുകളും കോൺക്രീറ്റ് വീടുകളായി മാറിയത് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ്. ആ സൗദി അറേബ്യയാണ് ഇന്ത്യയുടെ ബദ്ധശത്രുവായ പാകിസ്ഥാനുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ പ്രകാരം പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ 2 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ആ കടന്നാക്രമണം ഈ 2 രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യത്തെ ഈ 2 രാജ്യങ്ങളും സംയുക്തമായി നേരിടണം എന്നതാണ് കരാർ. പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആയതുകൊണ്ടോ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ടോ അല്ല സൗദി അറേബ്യ പാകിസ്ഥാനുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏക രാജ്യം പാകിസ്ഥാനാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ സൗദിയെ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം നഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യം മിഡിൽ ഈസ്റ്റിൽ താണ്ഡവ നടനമാടുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് വലുതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന ബോധവും തിരിച്ചറിവും ഉണ്ടായതുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണുൽപാദന രാജ്യമായ സൗദി മേഖലയിലെ സാമ്പത്തികമായി വളർന്ന ഒരു രാജ്യം കൂടിയാണ്. അതേസമയം പാകിസ്ഥാൻ സാമ്പത്തികവും രാഷ്ട്രീയവുമായി അങ്ങേയറ്റം ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സൗദിയുടെ തോളിൽ ചാരാൻ കഴിയുന്നത് പാകിസ്ഥാനും ആണവായുധം കയ്യിലുള്ള വീണ്ടും വിചാരമില്ലാത്ത ഒരു രാജ്യമായ പാകിസ്ഥാന്റെ കൈപിടിച്ച് നടക്കാൻ കാണിച്ച സാഹസം സൗദിക്കും ആശ്വാസം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. ഇത് ഇസ്രായേലിനെ സൗദിക്ക് നേരെ തുറച്ചു നോക്കുന്നതിൽ നിന്ന് ഒന്ന് പിന്നോട്ട് വലിക്കാതിരിക്കുകയില്ല എന്നത് ഉറപ്പാണ്. ഖത്തർ എല്ലാ ചെലവും കൊടുത്ത് അമേരിക്കയുടെ കാവൽ ഉറപ്പുവരുത്തിയിട്ടും അമേരിക്കയുടെ അരയിലെ ചരടായ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ നോക്കുകുത്തിയായി നിന്നതുപോലെയാവില്ല പാകിസ്ഥാൻ. അവർ മുസ്ലിം രാജ്യമായ സൗദിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറാവും. അത്രമാത്രം മതം തലക്ക് പിടിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യ അങ്ങനെ അല്ലെങ്കിലും. അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇസ്രായേൽ സൗദിയെ ആക്രമിച്ചാൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഏറാൻ മൂളിയായ ഇസ്രായേൽ അമേരിക്ക നോക്കി നിൽക്കെ ഖത്തറിനെ ആക്രമിച്ചതിനേക്കാൾ വേഗത്തിൽ സൗദിക്ക് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കും പാകിസ്ഥാൻ എന്നതിൽ സംശയമില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മക്കയും മദീനയും ആ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഖത്തർ ഇപ്പോഴും അമേരിക്കയുടെ ചതിക്കുഴിയിൽ നിന്നും മോചിതരാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ രാജ്യത്തെ തന്നെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന നിലയിലുള്ള പ്രതിരോധ കരാർ ആണ് അമേരിക്കയുമായി ഖത്തർ വീണ്ടും ആഗ്രഹിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ നല്ല സൗഹൃദ രാജ്യമായ, നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണ സപ്ലൈ ചെയ്തിരുന്ന രാജ്യമായ, നമ്മുടെ മാൻ പവറിന്റെ നല്ലൊരു ശതമാനവും യൂട്ടിലൈസ് ചെയ്യുന്ന സൗദി എന്തുകൊണ്ടാണ് പാകിസ്ഥാനേക്കാൾ ശക്തരായ ഇന്ത്യയുമായി ഒരു പ്രതിരോധ കരാർ ഒപ്പുവെക്കാതിരുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ഒലിച്ചൽ സംഭവിച്ച ഈ ഘട്ടത്തിൽ പോലും. അതിന് കാരണം ഇന്ത്യൻ ഭരണാധികാരികൾ രാജ്യത്തെ മുസ്ലിം ജനതയോട് കാണിക്കുന്ന ക്രൂരതകൾ തന്നെയാണ്. ആ മുസ്ലിം വിരോധത്തിന്റെ, വിവേചനത്തിന്റെ ബഹിസ്ഫുരണം തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ ഇന്ത്യ നിന്നതും. ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ഒരിക്കലും ഒരു മുസ്ലിം രാജ്യത്തെ പൂർണ്ണ മനസ്സോടെ സംരക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി കാണണം. പഴയ ഇന്ത്യയായിരുന്നുവെങ്കിൽ ഈ പ്രതിരോധ കരാർ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടായിരിക്കും സൗദി നടത്തുക. ഇനി പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ അത് രാജ്യങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെയായിരിക്കും ബാധിക്കുക. കാരണം 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാർക്ക് ആശ്രയമാകുന്ന സൗദി പാകിസ്ഥാന്റെ കൂടെ നിന്നാൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാവുകയും അത് വലിയ അളവിലുള്ള ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. സൗദി ഒരിക്കലും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണ സ്വഭാവം സ്വീകരിക്കില്ല, അത്തരത്തിലുള്ള നിലപാട് എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എല്ലാറ്റിനും ഉപരി സൗദി ഇപ്പോൾ ഈ കരാറിലൂടെ ഒരു ആണവ രാജ്യമായി മാറിയിരിക്കുകയാണ്.
തത്വത്തിൽ സൗദി മാത്രമല്ല GCC രാജ്യങ്ങളിലെല്ലാം തന്നെ. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ GCC രാജ്യങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇനി ഖത്തറിനെ ആക്രമിച്ചാൽ അത് അറബ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന്. ആ നിലയ്ക്ക് ഏതെങ്കിലും GCC രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ, അതിൽ സൗദി ഇടപെട്ടാൽ, സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ, പാകിസ്ഥാൻ സൗദിയെ സഹായിക്കാൻ ബാധ്യസ്ഥരാവുകയും അതുവഴി GCC രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ആണവ രാജ്യത്തിന്റെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും. സൗദി ഇപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് വിയർപ്പൊഴുക്കാതെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ആണവായുധ രാജ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇസ്രായേലിനെ കളിപഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു കളി നല്ലതാണ് എന്നതാണ് ലോകം കാണുന്ന കാഴ്ച.